ചെമ്പകം പൂക്കുന്ന താഴ്വരയിൽ ഭാഗം 22. അന്ന് രാത്രിയിലേക്കുള്ള ഭക്ഷണം കാർത്തിക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് മീര ഫോൺ വിളിക്കുന്നത്. ഹലോ സർ, തിരക്കിലാണോ? മീര ചോദിച്ചു. ചെറിയൊരു പരീക്ഷണത്തിലാണ്, രാത്രിക്ക് ചപ്പാത്തി സ്റ്റൂ ഉണ്ടാക്കുകയാ, കാർത്തിക് പറഞ്ഞു. ആഹാ, കൊള്ളാലോ. സാറിന് പാചകമൊക്കെ അറിയാമോ? ഹാ, അത്യാവശ്യം മോശമില്ലാത്ത രീതിയിലൊക്കെ ചെയ്യും. അമ്മയ്ക്ക് വയ്യാതാകുമ്പോഴൊക്കെ ഞാൻ തന്നെ അടുക്കളയിൽ. ഇന്ന് അമ്മ വിളിച്ചില്ലേ? മീര ചോദിച്ചു. കുറച്ചു മുമ്പ് വിളിച്ചതേ ഉള്ളൂ. ഞാൻ ലോങ് ലീവ് എടുത്ത് അവരുടെ അടുത്തേക്ക് പോകാനാ പറയുന്നത്. അമ്മയ്ക്ക് എന്നെ പിരിഞ്ഞിരിക്കാനാകില്ലെന്നേ. ഇപ്പം ഇങ്ങോട്ട് വരാൻ പറ്റാത്ത അവസ്ഥ. എന്നെ കാണാതിരിക്കാനും വയ്യ. എന്നിട്ട് സാറ് പോകുന്നുണ്ടോ? ഒന്നും തീരുമാനിച്ചിട്ടില്ല. ചിലപ്പോൾ ചേച്ചിക്ക് 7 മാസമായ നാട്ടിലേക്ക് വരും. സാർ എന്താ ഇതുവരെ കല്യാണം കഴിക്കാതിരുന്നത്? അങ്ങനെ പ്രത്യേകിച്ചൊരു കാരണമൊന്നുമില്ല. ആദ്യം ഒരു ജോലിയായിരുന്നു ലക്ഷ്യം, പിന്നെ ഒരു PhD എടുത്തിട്ട് മതി എന്നായി. അങ്ങനെ ഓരോ കാരണങ്ങൾ. സത്യത്തിൽ കല്യാണം ഞാൻ അത്ര സീരിയസ് ആയി എടുത്തിട്ടില്ല എന്ന് വേണം പറയാൻ. ഇപ്പം അമ്മയുടെ നിർബന്ധം കൂടിയിട്ടുണ്ട്. അധികം വൈകാതെ എന്നെ ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കും. കാർത്തികിന്റെ വാക്കുകൾ കേട്ട് മീര ചിരിച്ചു. ഞാൻ ലൈബ്രറി വെച്ച് ചോദിച്ചതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. ജോൽസിന് അത്രയും ഉറപ്പ് പറഞ്ഞിട്ടും താൻ ഇപ്പോഴും അത്രയും കാര്യങ്ങളിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? അറിയില്ല, പക്ഷേ അതൊക്കെ വെറും അന്ധവിശ്വാസം മാത്രമായിരിക്കണേ എന്നാണ് ഇപ്പോൾ എൻ്റെ പ്രാർത്ഥന. ആയിരിക്കണേ എന്നല്ല, വെറും അന്ധവിശ്വാസം മാത്രമാണ്. മീരയുടെ ജീവിതം മുഴുവൻ സന്തോഷം നിറഞ്ഞതാകട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. അങ്ങനെയാവട്ടെ, മീര പറഞ്ഞു. അവർ മണിക്കൂറുകളോളം ഫോണിലൂടെ സംസാരിച്ചു. ഇരുവരുടെയും മനസ്സിലെ ഭാരങ്ങൾ കുറഞ്ഞതുപോലെ. രണ്ടുപേരും പരസ്പരം ഒരുപാട് ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. പരസ്പരമുള്ള സാന്നിധ്യം അവർ ആസ്വദിച്ചു. അന്ന് ഒരുപാട് സന്തോഷത്തോടെ ചെമ്പകപ്പൂക്കളെ മീര നെഞ്ചോട് ചേർത്ത് ഉറങ്ങാൻ കിടന്നു. കാർത്തിക്കും ഷർട്ട് പോക്കറ്റിൽ കിടന്ന മീരയുടെ മുടിയിൽ നിന്ന് കിട്ടിയ ചെമ്പകം എടുത്ത് മണത്തു. മീരയെ താൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? കാർത്തിക് ഭയന്നു. വേണ്ട, ഈ ബന്ധം ഒരിക്കലും സൗഹൃദത്തിനപ്പുറത്തേക്ക് വേണ്ട, കാർത്തിക് ഉറപ്പിച്ചു. ആ ചെമ്പകപ്പൂക്കളെ മനസ്സില്ലാ മനസ്സോടെ വേസ്റ്റ് ബാസ്ക്കറ്റിലേക്കിട്ടു. കാർത്തിക് പോയി കിടന്നു. പിറ്റേ ദിവസം മീര കാർത്തികിനെ ലൈബ്രറി വെച്ച് കണ്ടതും മീര ബാഗിൽ നിന്നും ഒരു കുപ്പി എടുത്ത് കാർത്തികിന് കൊടുത്തു. എന്താണിത്? കാർത്തിക് ആകാംക്ഷയോടെ ചോദിച്ചു. തുറന്നു നോക്ക്, മീര പറഞ്ഞു. കാർത്തിക് മൂടി തുറന്നതും നല്ല ചെമ്പകത്തിന്റെ മണം. ആഹാ, നല്ല മണം. ചെമ്പകത്തിന്റെ മണമാണല്ലോ, കാർത്തിക് പറഞ്ഞു. ഇത് ഞാൻ മുടിയിൽ തേക്കുന്ന എണ്ണയാണ്. ചെമ്പകപ്പൂക്കൾ ഇട്ടുവെച്ച വെളിച്ചെണ്ണയാ. അത് കൊള്ളാലോ, താങ്ക് യു. ഇനി എൻ്റെ മുടിക്കും ചെമ്പകത്തിന് മണമാവട്ടെ അല്ലേ, കാർത്തിക് പറഞ്ഞു. ഞാൻ ഇറങ്ങട്ടെ, കുറച്ച് തിരക്കുണ്ട് എന്ന് പറഞ്ഞ് പോക്കറ്റിൽ നിന്ന് ചെമ്പകപ്പൂക്കൾ എടുത്ത് മീരയ്ക്ക് കൊടുത്ത് കാർത്തിക് വേഗം പോയി. കുറച്ചു ദിവസമായി കാർത്തിക് മീരയിൽ നിന്ന് അകലം പാലിക്കുന്നത് മീരയിൽ വേദനയുണ്ടാക്കി. മീരയ്ക്ക് മറ്റെല്ലാത്തിനോടും വിരസതയും ദേഷ്യവും തോന്നി. പലതവണ കാർത്തിക്കുമായി സംസാരിച്ചിരിക്കാൻ മീര ശ്രമിച്ചെങ്കിലും അപ്പോഴെല്ലാം തിരക്കാണെന്ന് പറഞ്ഞ് കാർത്തിക് മീരയിൽ നിന്ന് ഒഴിഞ്ഞു മാറി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം മീര ലൈബ്രറിയിൽ പുസ്തകം വായിച്ചിരിക്കുമ്പോൾ കാർത്തിക് ചെമ്പകവുമായി വന്നു. മീരയുടെ പുസ്തകത്തിന് മുകളിൽ ആ ചെമ്പകപ്പൂക്കൾ വീണതും, വേണ്ട, എനിക്ക് ഈ പൂക്കൾ വേണ്ട. സാർ ഇപ്പം തരുന്ന പൂക്കൾക്ക് ആദ്യത്തേതുപോലെ ഗന്ധമില്ല. ഈ പ്ലാസ്റ്റിക് പൂക്കൾ എനിക്ക് ആവശ്യമില്ല, മീര പരിഭവത്തോടെ പറഞ്ഞു. പ്ലാസ്റ്റിക് പൂക്കളോ? കാർത്തിക് ചോദിച്ചു. സാറിന് എന്താ പറ്റിയത്? എന്നിൽ നിന്ന് ഈ ഒഴിഞ്ഞുമാറ്റം എന്തിനാണ്? എൻ്റെ ഭാഗത്ത് നിന്ന് അനിഷ്ടമായ കാര്യം വല്ലതും ഉണ്ടായോ? ഇല്ല മീര, അങ്ങനെയൊന്നുമില്ല. എല്ലാം മീരയുടെ തോന്നലാണ്. കുറച്ച് തിരക്കുകൾ ഉണ്ടായിരുന്നു. കാർത്തിക്കിൻ്റെ വാക്കുകൾ ഇടറി. സാർ ഒരു കടമ നിർവഹിക്കുന്ന പോലെയാണ് ഇപ്പം ഈ ചെമ്പകപ്പൂക്കൾ എനിക്ക് തരുന്നത്. അതിൽ സ്നേഹമില്ല, സൗഹൃദമില്ല, വെറും സുഗന്ധമില്ലാത്ത പൂക്കൾ. മീര ആ പൂക്കളിലേക്ക് നോക്കി പറഞ്ഞു. മീരയുടെ ചോദ്യങ്ങൾക്ക് കാർത്തികിന് മറുപടിയില്ലായിരുന്നു. എന്നോട് എന്തിനാണ് ഈ അകൽച്ച? നമ്മൾ നല്ല സുഹൃത്തുക്കളായിരുന്നില്ലേ? മീര വീണ്ടും ചോദിച്ചു. മീരയെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. മീരയെ എനിക്ക് ഇപ്പം എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കണമെന്നുണ്ട്. 1000 ചെമ്പകപ്പൂക്കൾ കൊണ്ട് നിനക്കൊരു വസന്തം തീർക്കണമെന്നുണ്ട്. ഇങ്ങനെയെല്ലാം മീരയോട് പറയണമെന്നുണ്ടായിരുന്നെങ്കിലും കാർത്തികിന് അതൊന്നും പറയാൻ കഴിയാതെ മീരയുടെ മുന്നിൽ വിഷമിച്ചു നിന്നു. നിന്നോട് അടുക്കും തോറും നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിച്ചു പോകുന്നു, കാർത്തിക് മനസ്സിൽ പറഞ്ഞു. പക്ഷേ തനിക്കതിന് സാധ്യമല്ലെന്ന് കാർത്തിക് ചിന്തിച്ചപ്പോൾ കാർത്തികിന്റെ കണ്ടമിടറി, മനസ്സ് പതറാൻ തുടങ്ങി. ഒന്നും മിണ്ടാതെ പതറി നിൽക്കുന്ന കാർത്തികിനോട്, സാറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ?
മീര ഭയത്തോടെ ചോദിച്ചു. ഹേയ് ഇല്ല മീര, ചേച്ചിക്ക് അവിടെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. ആ വിഷമവും അങ്ങനെ ചില കാര്യങ്ങൾ അതായിരുന്നു. അല്ലാതെ മീരയോട് എനിക്ക് എന്താണ് ഇഷ്ടം തോന്നാനാണ്? മീര ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരു വിഷമം, കാർത്തിക് പറഞ്ഞു. എനിക്കും ഒരുപാട് വിഷമമായതുകൊണ്ട് പറഞ്ഞതല്ലേ, സോറി, എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. എന്നിട്ടിപ്പോൾ ചേച്ചിക്ക് എങ്ങനെയുണ്ട്? ഇപ്പോൾ കുഴപ്പമില്ല, അവർ 7th മന്തിൽ നാട്ടിലേക്ക് വരും. ട്രാവലിങ്ങിന് ബുദ്ധിമുട്ടില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. സോറി സാറിനെ വിഷമിപ്പിച്ചതിൽ. പഴയതുപോലെ അവർ ഒരുപാട് നേരം സംസാരിച്ചു. എന്നാൽ ഞാൻ ഈ പ്ലാസ്റ്റിക് പൂക്കൾ തിരിച്ചെടുത്തോട്ടെ എന്ന് പറഞ്ഞ് കാർത്തിക് ആ പൂക്കൾ പെറുക്കിയെടുക്കാൻ തുടങ്ങിയതും കാർത്തിക്കിന്റെ കൈ തട്ടി മാറ്റി ആ പൂക്കൾ മീര വാരിയെടുത്ത് മണത്തു. നോക്കി, ഇപ്പം ഈ പൂക്കൾക്ക് നല്ല ഗന്ധമുണ്ട്. സുഗന്ധമുള്ള പൂക്കൾ എനിക്ക് വേണം. കാർത്തിക്കും മീരയും ആ പൂക്കളെ നോക്കി പുഞ്ചിരിച്ചു. കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.